ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അപ്പം അതൊക്കെ പണ്ട്. ഇപ്പോഴേ കൊടുത്താൽ പണി സ്പോട്ടിൽ കിട്ടും. അങ്ങനെയായി കഥയുടെ കാര്യങ്ങൾ. അങ്ങനെ ആർക്കൊക്കെ വേണ്ടിയിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊന്നും ഏക്കുന്നില്ല എന്നിപ്പോൾ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ പിങ്കിക്ക് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നന്ദയെ കോളേജിൽ പറഞ്ഞു വിടാതിരിക്കാനും നന്ദ എന്ന പെണ്ണിനോട് അതീവ ക്രൂരമായും മനസാക്ഷിയില്ലാതെയും കുശുമ്പിൻ്റെയും അസൂയയുടെയും പേരിൽ പിങ്കി കാണിച്ചു കൂട്ടിയ വേഷം കെട്ടുകളെല്ലാം പിങ്കിക്ക് തന്നെ വിനയായി, പിങ്കിക്ക് തന്നെ തിരിച്ചടിയുമായി. നന്ദയെക്കൊണ്ട് ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്യിച്ച് നന്ദയെക്കൊണ്ട് ആ ഒരു പഠിത്തം വേണ്ടാന്ന് വെപ്പിക്കാമെന്നുള്ള പ്ലാനായിരുന്നു പിങ്കിക്ക്. പക്ഷെ അത് ചീറ്റിപ്പോയി. എന്തായാലും നന്ദയ്ക്ക് വേണ്ടി ആ വീട്ടിലെ സകല ജോലികളും ചെയ്ത് നമ്മുടെ ഗൗതം സ്റ്റാറായി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് നന്ദയ്ക്ക് ചായ പോലുമായിട്ട് റൂമിലേക്ക് ചെല്ലുന്ന ഗൗതത്തിനെ കണ്ട് പിങ്കി അസൂയ മൂത്തിങ്ങനെ നിൽക്കുന്നത്. റൂമിൽ ചെന്ന് ഭാര്യയ്ക്ക് ചായ കൊടുത്ത് നമ്മുടെ ഗൗതം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, അയ്യോ സമയം പോയി, സാറിനോട് ഞാൻ എന്നെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞതല്ലേ, എന്താ എന്നെ വിളിക്കാതിരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ ഇങ്ങനെ ആകെ പേടിക്കുക. അതായത് വല്യമ്മ ഇനി അവിടെ ചെല്ലുമ്പോൾ മുഖം എന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞു. അന്നേരവും നമ്മുടെ ഗൗതം നന്ദയോടൊന്നും പറഞ്ഞില്ല. നന്ദ പേടിച്ച് വിറച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ എല്ലാവരും വട്ടമേശ സമ്മേളനം കൂടിയെന്നത് പോലെ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദയെ കണ്ടതും എല്ലാത്തിൻ്റെയും മുഖം വിചാരിച്ചതുപോലെ തന്നെ ഏറ്റിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. ആ സമയത്ത് നന്ദയാണെങ്കിൽ വല്യമ്മയോട് മാപ്പൊക്കെ പറയുന്നു. വല്യമ്മ ക്ഷമിക്കണം വല്യമ്മ, ഞാൻ മനഃപൂർവ്വം കിടന്നുറങ്ങിയതല്ല, എനിക്ക് തീരെ വയ്യായിരുന്നു വല്യമ്മ, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങിപ്പോയതാണ്. ഇന്ന് ഞാൻ കോളേജിൽ പോകുന്നില്ല, ഇന്ന് വല്യമ്മ പറഞ്ഞ എല്ലാ പണികളും ഞാൻ ചെയ്ത് തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് പാവം നമ്മുടെ നന്ദ ഇങ്ങനെ പറയണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പം നന്ദയും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവരാരും എന്തൊന്നും പ്രതികരിക്കാത്തത് എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കി വന്നിട്ട് നന്ദ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. അപ്പോൾ നന്ദ ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, കണ്ടില്ലേ വല്യമ്മായി, നന്ദയ്ക്കേ പഠിക്കാൻ മാത്രമല്ല നന്നായി അഭിനയിക്കാനും അറിയാമെന്ന് പറഞ്ഞു. അഭിനയോ? എന്തഭിനയം? എന്താ പിങ്കി പറയുന്നതെന്ന് നമ്മുടെ നന്ദ ചോദിച്ചു. സ്വന്തം ഭർത്താവിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരു പതിവ്രതയായ ഭാര്യയെപ്പോലെ ഇറങ്ങി വന്ന് നിൽക്കാൻ നിനക്ക് നാണമില്ലേന്ന് ചോദിച്ചു പിങ്കി നന്ദയോട്. പതിവ്രതയായ ഭാര്യയായി ഞാൻ എന്തിനാ ഇറങ്ങി വന്ന് നിൽക്കണം? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, എൻ്റെ വാക്കിന് ഞാൻ വില കൊടുക്കുന്നവളാണെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും, നിൻ്റെ വില ഇവിടെ എല്ലാവരും കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോഴേക്കും നമ്മുടെ ഗൗതം താഴേക്ക് ഇറങ്ങി വന്നു. ഗൗതം താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ലക്ഷ്മി ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഗൗതം താഴേക്ക് ഇറങ്ങി വരുന്നത്. ഗൗതം ഇറങ്ങി വന്നിട്ട്, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും കൂടെ നന്ദയുടെ മെക്കിട്ട് കയറണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇവിടുത്തെ ജോലികൾ ചെയ്തത് ഞാനാണ്. അതിലെൻ്റെ ഭാര്യയ്ക്ക് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ നിങ്ങൾക്കാർക്കും വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല, നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ കുടുംബം വെറും താഴേക്കിടയിലേക്കായി പോകരുത്, വല്യമ്മയോടാണ് ഞാൻ പറയുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് നന്ദ കാര്യം അറിയുന്നത്, തനിക്ക് വേണ്ടി ഗൗതം സാർ ജോലി മുഴുവൻ ചെയ്തത്. എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടി ഗൗതം സാർ ജോലി മുഴുവൻ ചെയ്തെന്നും. അപ്പോഴേക്കും പവിത്ര, അതെന്താ നന്ദേച്ചിക്ക് പനിയായി കിടന്നത് കൊണ്ടേ ഇന്ന് ഗൗതമേട്ടനാണ് ഇവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്തത്. അടിച്ചതും വാരിയതും തുടച്ചതും പാത്രം കഴുകിയതും ഒക്കെ ഗൗതമേട്ടനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര ഇങ്ങനെ ഓരോന്ന് പറയണം. കലികാലം, അല്ലാതെ ഇതിനൊക്കെ എന്താ പറയുക എന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് അരുന്ധതിയും മഹേശ്വരനും, നീ ഇങ്ങനെ ആണുങ്ങളുടെ വില കളഞ്ഞ് നടന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുമ്പം, ഞാൻ ആണുങ്ങളുടെ വിലയല്ല കളഞ്ഞത്, ആണുങ്ങളുടെ വില കൂട്ടുകയാണ് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോനും കൂടെ തർക്കവും കാര്യങ്ങളുമായി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ നന്ദയ്ക്ക് പറഞ്ഞിരുന്ന ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ജോലികൾ, അപ്പം നമ്മുടെ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു, അങ്ങനെ നന്ദയ്ക്ക് മാത്രം പോരല്ലോ ഈ വീട്ടിലെ ജോലികൾ, നന്ദ മാത്രമല്ലല്ലോ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്നിട്ടുള്ളതെന്നിങ്ങനെ പറയുമ്പം, നന്ദേച്ചിക്ക് മാത്രമല്ലല്ലോ എനിക്കും ജോലികൾ കിട്ടിയില്ലേ എന്ന് പവിത്ര ചോദിച്ചു. നിന്റെ ജോലികളെല്ലാം തീർത്തിട്ടല്ലേ നീ ഇവിടെ നിൽക്കുന്നത്, ഇനി ബാക്കിയുള്ള ജോലികൾ അടുത്ത മരുമകളാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. അടുത്ത മരുമകൾ എന്ത് ജോലി ചെയ്യണമെന്നാണ് ലക്ഷ്മി പറയുന്നതെന്ന് അരുന്ധതി ചോദിച്ചപ്പം, ഇവിടെ എന്താണോ ഇന്നലെ നന്ദമോളെ കൊണ്ട് ചെയ്യിച്ചത് അതിന്ന് പിങ്കി ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം പിങ്കി അങ്ങനെയൊന്നും ചെയ്യേണ്ട കൊച്ചല്ലെന്നും പറഞ്ഞു അരുന്ധതി. അങ്ങനെയാണെങ്കിൽ എൻ്റെ മരുമകളും അല്ലെങ്കിൽ പവിത്രയും ഇതൊക്കെ ചെയ്യേണ്ടവരാണോ? അതെന്താ, കാശില്ലാത്തവർക്ക് യാതൊരു വിലയുമില്ലേ, കാശുള്ളവർക്ക് മാത്രമാണോ വിലയുള്ളൂ എന്നും ചോദിച്ചു ലക്ഷ്മി അങ്ങ് ഇതായിട്ടങ്ങനെ സംസാരിച്ചു. അപ്പോൾ ലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ പ്രിയയും വന്നു. ചെറിയമ്മ പറഞ്ഞത് സത്യമാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിങ്കിയെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ പക്ഷാഭേദമൊന്നും കാണിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗൗതവും പറഞ്ഞു, അങ്ങനെ എൻ്റെ ഭാര്യയെ മാത്രം ക്രൂശിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ലെന്ന്. എന്തായാലും എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ലോട്ടറി അടിച്ചു.
പിങ്കിയോട് ജോലി ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടി ആരും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട, എനിക്ക് ചെയ്യേണ്ട ജോലി പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എന്നെക്കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും അവിടെ ചമ്മന്തി അരപ്പിച്ചത്, ഇന്ന് പിങ്കിയുടെ വക ഒരു ചമ്മന്തി അരി ആയാലോ എന്ന് നന്ദ ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതേതായാലും കറക്റ്റ് കാര്യമാണ്. ഇന്നലെ രാവിലെ വരെ കുഴപ്പമുണ്ടാകാതിരുന്ന ആ മിക്സിക്ക് പെട്ടെന്ന് കുഴപ്പം വന്നല്ലോ. അപ്പോൾ പിന്നെ ആ കേടായ മിക്സി ഇതുവരെ റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മുളകും തേങ്ങയും ഉള്ളിയും ഒക്കെ വെച്ച് അമ്മിക്കല്ലിൽ തന്നെ പിങ്കി ചമ്മന്തി അരയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അരച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്നും പറഞ്ഞു. പിങ്കിക്ക് പണി കിട്ടിയെന്ന് പിങ്കിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ നന്ദയോടാണ് പിങ്കിക്ക് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദക്കുട്ടി നല്ല സന്തോഷത്തോടെ ഇങ്ങനെ എല്ലാം കൊണ്ടുപോയി അങ്ങ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നീ പിങ്കിയെ കൊണ്ടുവന്ന് അരകല്ലിൻ്റെ ചൂട്ടിൽ നിർത്തിയിരിക്കുന്നു. മുളക് തേങ്ങ ഇതെല്ലാം കൊണ്ടുവന്ന് നന്ദയാണ് അമ്മിക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നീ പകരം വീട്ടുകയാണല്ലോ അടി എന്നുള്ള ഭാവത്തിൽ പിങ്കി ഇങ്ങനെ നന്ദയെ നോക്കുന്നു. നന്ദയെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളവരും ചുറ്റിനും വന്നിങ്ങനെ നിൽക്കുക. എന്നിട്ട് പിങ്കി ഇങ്ങനെ ചമ്മന്തി അരയ്ക്കാൻ മുളകെല്ലാം ആദ്യം ചതച്ച് അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും കയ്യിലൊക്കെ മുളക് പറ്റിയില്ലേ. പിങ്കിക്ക് നീറാൻ തുടങ്ങി, പുകയാൻ തുടങ്ങി. പിങ്കി ഹാ ഹൂഹോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചെയ്ത ജോലി പൂർത്തീകരിച്ചിട്ടേ ഇവിടെ നിന്ന് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞവർ. നമ്മുടെ ലക്ഷ്മി ആരാ പൊന്നുമോള്, ലക്ഷ്മി ഇവക്കെട്ട് പണി കൊടുക്കും എന്ന് ഉറപ്പിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിന്നെ പിങ്കിക്കൊന്ന് അനങ്ങാൻ പോലും പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഇന്ന്. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ പിങ്കിയെ കൊണ്ടിങ്ങനെ നമ്മുടെ ലക്ഷ്മിയും നന്ദയും ഒക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നു. അങ്ങനെ കുറേ അരച്ച് കഴിഞ്ഞപ്പോഴേക്കും കൈയൊക്കെ പുകഞ്ഞ് നീറി വെന്തുരുകിതേ നമ്മുടെ പിങ്കി അത് പൂർത്തീകരിച്ചിട്ട് അങ്ങ് പോയി. എന്നിട്ട് മുറിയിൽ പോയി കൈ തൂത്തും കൈ ഊതിയും ഒക്കെ ഇരിക്കുക. അപ്പോഴാണ് പവിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാലും എൻ്റെ പിങ്കി ചേച്ചിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവർ ചേച്ചില്ല, എന്തൊരു ദുഷ്ടേ അവർ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ ഒരു നോട്ടം. അതേ, അവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാ, ആ പ്രിയേച്ചിയും അതുപോലെ നന്ദയും പിന്നെ ഉണ്ടല്ലോ ചെറിയമ്മയും കൂടെ പ്ലാൻ ചെയ്തിട്ട് പിങ്കേച്ചിയെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിച്ചതാ. ഇതൊക്കെ മനഃപൂർവ്വം തന്നെ ചെയ്യിച്ചതാ. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല ചേച്ചി, ഇതിനൊക്കെയുള്ള തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇനിയും നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ വാശി കയറ്റിക്കുകയാണ് പവിത്ര. ഈ പവിത്ര ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് വീണ്ടും ഭയങ്കര ദേഷ്യവും കലിയും കാര്യങ്ങളും ഒക്കെ. അത് കഴിഞ്ഞ് മുറിയിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ പിങ്കി ഇരിക്കുമ്പോൾ പോയ പവിത്ര ഇങ്ങനെ അത് ഏറ്റിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം സ്ഥിരം നോട്ടമാണ്. ഇന്നും ആ നോട്ടം നോക്കി. എന്നിട്ട് പവിത്ര അങ്ങ് പോയി. അപ്പോൾ ഈ അടുക്കളയിൽ ഇവർ നമ്മുടെ ലക്ഷ്മിയും അതുപോലെ നന്ദയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളെ ഇനി സമയമില്ല, മോൾ വേഗം റെഡിയായി പോകാൻ നോക്കാൻ പറഞ്ഞു. ഇനിയും സമയം പോയതുകൊണ്ട് ഞാൻ എങ്ങനെ പോകും അമ്മയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട, വേഗം പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗൗതത്തിന് അവിടെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗൗതത്തിൻ്റെ തലവേദനയാണെന്ന് നന്ദ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇത്രയും ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ടാണോ സാറിന് തലവേദന വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായ തലവേദനയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട, നീ പോകാൻ നോക്കാൻ പറഞ്ഞപ്പം ഇല്ല സാറിന് ഇന്ന് വയ്യാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ടല്ലേ സാർ ഇത്രയും കഷ്ടപ്പെട്ടത്, അപ്പോൾ സാറിനൊരു വയ്യാഴിക വരുമ്പോൾ ഞാനല്ലേ സാറിനെ കെയർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് നന്ദ ഇങ്ങനെ ഒരു ഭാര്യയുടെ കടമ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും നീ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പോയിക്കേണ്ട നന്ദേ, നീ കോളേജിൽ പോകാൻ നോക്കാൻ പറഞ്ഞു ഗൗതം. ഇല്ല ഗൗതം സാറിന് വയ്യാതെ ഞാനിന്ന് പോവില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ തറപ്പിച്ച് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുക. അപ്പോൾ നന്ദ അടുക്കളയിലേക്ക് പോയ സമയത്ത് നമ്മുടെ ഗൗതം ഇങ്ങനെ തലയും തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പിങ്കി അതുവഴി വരുന്ന പിങ്കി ഗൗതം ഇരിക്കുന്നത് കണ്ടു. ഓടി വന്നു. എന്താ ഗൗതം, എന്തു പറ്റി, ഗൗതത്തിന് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ആകെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ചെറിയ തലവേദനയാണെന്ന് പറഞ്ഞു. അയ്യോ തലവേദനയോ, തലവേദന എടുത്തിട്ടാണോ ഇങ്ങനെ ഇവിടെ വന്ന് ചുമ്മാ ഇരിക്കുന്നത്, മെഡിസിൻ വല്ലതും എടുത്തോന്ന് ചോദിച്ചപ്പം ഇല്ല പിങ്കി പൊയ്ക്കോ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗൗതം പറഞ്ഞു. പക്ഷെ പോകുമോ പിങ്കിക്ക് കിട്ടുന്ന അവസരമല്ലേ. പിങ്കി ഓടിച്ചെന്നിട്ട് അവിടെ നിന്ന് ഒരു ബാം എടുത്തുകൊണ്ട് വന്ന് തലവേദന വന്നാൽ നെറ്റിയിൽ ബാം പുരട്ടേണ്ടതെന്ന് ചോദിച്ച് അടുത്ത് ചെന്നിരുന്നിട്ട് നെറ്റിയിൽ ബാം പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഗൗതം വേണ്ടാന്നൊരു 1000 വട്ടം പറഞ്ഞു. പക്ഷേ ഈ അളിഞ്ഞു കയറുന്ന സ്വഭാവം ആയതുകൊണ്ട് പറയുന്ന വാക്കുകൾക്കൊന്നും വില കൊടുക്കാതെ വീണ്ടും അളിഞ്ഞു കയറി ചെന്നുകൊണ്ടേയിരിക്കും ഈ പിങ്കി. അങ്ങനെ പിങ്കി ഉണ്ടല്ലോ ഗൗതത്തിൻ്റെ തലയിൽ ബാം എടുത്ത് ഇങ്ങനെ ആസ്വദിച്ച് പുരട്ടിക്കൊണ്ടിരിക്കുക. അതോ 1 തൂത്തു 2 തൂത്തു അങ്ങനെ പോകുമല്ലോ, ഇങ്ങനെ അവിടം തൊട്ട് ഇവിടം വരെ തിരുമി ഗൗതത്തിന് ഭയങ്കര ഇറിറ്റേഷൻ. ഗൗതം വേണ്ടെന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ തിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആര് കാണാനാണ്, ഇവിടെ കേൾക്കാൻ. ഗൗതത്തിനോട് കുറേ അവസരങ്ങൾ സംസാരിക്കാൻ കുറേ അവസരങ്ങൾ നോക്കി നടന്നതല്ലേ. അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം പുള്ളിക്കാരെ അങ്ങ് മുതലെടുത്തുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് നമ്മുടെ നന്ദ അടുക്കളയിലേക്ക് ചെന്ന് അമ്മയോട് വിവരം പറയുന്നത്. ഗൗതത്തിൻ്റെ തലവേദനയാണ്, കുറച്ച് ചൂടുവെള്ളം വേണമെന്നും പറഞ്ഞു. ചൂടുവെള്ളം എന്തിനാ മോളെന്ന് ചോദിച്ചപ്പോൾ നെറ്റിക്കൊന്ന് ചൂട് പിടിച്ചാൽ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഗൗതത്തിന് വേണ്ടിയിട്ട് നന്ദ അടുക്കളയിൽ അമ്മയോട് പറഞ്ഞിട്ട് വെള്ളം ചൂടാക്കി അതുമായിട്ട് ഇങ്ങനെ ചെല്ലുക. അങ്ങനെ
അമ്മ ചോദിച്ചു, അമ്മ വരണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടമ്മേ കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞിട്ടാണ് നന്ദ അങ്ങനെ കയറി പോണത്. അപ്പോഴേക്കും അവിടെ നിന്ന് ഇവരിതൊക്കെ കണ്ടു, മോഹിനിയൊക്കെ കണ്ടു. ഭാര്യയ്ക്ക് വേണ്ടി അടിമപ്പണി എടുത്തവൻ വലഞ്ഞതായിരിക്കും, ക്ഷീണിച്ചതായിരിക്കും, അങ്ങനെ വന്ന തലവേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ മോഹിനി പറഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ മകൻ അടിമപ്പണിയല്ല എടുത്തത്, അവനവൻ്റെ ഭാര്യയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ട് ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ പരിചയമില്ലാതെ ചെയ്തത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അതിന് വേറെ രീതിയിൽ മോഹിനി വ്യാഖ്യാനിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് 2-4 ഡയലോഗും അങ്ങ് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചൂടുവെള്ളമായിട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഗൗതമൻ്റെ അരികിലിരുന്ന് ഈ പിങ്കി ഇങ്ങനെ ബോംബ് പുരട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടപ്പോഴേക്കും നന്ദയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. നന്ദ ഇങ്ങനെ കലിപ്പോട് കൂടി ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴാണ് നന്ദ വന്നിങ്ങനെ ചൂടുവെള്ളമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഗൗതം കാണുന്നത്. ഗൗതം ഇങ്ങനെ ആകെ പേടിച്ച് നന്ദയെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോഴും ചിരിച്ച് പിടിച്ചോണ്ട് ഇങ്ങനെ ബോംബ് പുരട്ടി കൊടുത്തോണ്ടിരിക്കുക അപ്പം ഈ പിങ്കി. അപ്പോൾ ഗൗതത്തിൻ്റെ ആ ശ്രദ്ധ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി തിരിഞ്ഞു നോക്കിയപ്പം ഈ ചൂടുവെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദയാണ് കാണുന്നത്. നന്ദയുടെ സ്വഭാവത്തിന് ആ ചൂടുവെള്ളം പിങ്കിയുടെ തലവഴി ഒഴിക്കേണ്ടതാണ്, പക്ഷേ എന്തോ ഭാഗ്യം ഒഴിച്ചില്ല. അപ്പോൾ പിങ്കി ഇങ്ങനെ ഭാവം പുരട്ടിക്കൊണ്ടിരിക്കുന്നു, ഇറിറ്റേഷൻ പിടിച്ച് ഗൗതം അരികിലിരിക്കുന്നു. നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഗൗതം ഞെട്ടി. പെട്ടെന്ന് പിങ്കി നന്ദയെ കണ്ടപ്പോഴത്തേക്കും പിങ്കിയും അവിടെ നിന്ന് ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. ഗൗതത്തിന് തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭാവം പുരട്ടി കൊടുക്കാൻ വന്നതാണെന്ന് ഭയങ്കര എന്താ അധികാരത്തോടെ. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ നന്ദയ്ക്ക് ദേഷ്യം വന്നു. അപ്പം നന്ദയും പിങ്കിയും വന്ന് സംസാരിച്ച സമയത്ത് ഇവർ തമ്മിൽ ഇനി എന്ത് കാണിച്ചാലും നന്ദ ഇടപെടില്ല എന്ന് നന്ദ ഒരു വാക്ക് പറഞ്ഞിരുന്നല്ലോ. അതിൽ പിടിച്ചാണ് പിങ്കി കയറുന്നത്. അപ്പം ഞാൻ ബാം പുരട്ടി കൊടുത്തോണ്ടിരുന്നതാണെന്നും ഗൗതത്തിന് ഞാൻ എന്ത് സഹായം ചെയ്തു കൊടുത്താലും അത് നിനക്ക് കുഴപ്പമില്ലെന്ന് നീ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നന്ദയ്ക്ക് ആ ഒരു ഇത് വന്നു. അപ്പം നന്ദ പറഞ്ഞു, നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ തലവേദന എടുത്തിരിക്കുന്ന ആൾക്കരികിലിരുന്ന് ഇങ്ങനെ ബാം പുരട്ടി കൊടുത്ത് ഇറിറ്റേറ്റ് ചെയ്യുകയല്ല വേണ്ടത്, അതിന് വേണ്ടുന്ന മെഡിസിനാണ് കൊടുക്കേണ്ടത്, അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ ദേഷ്യപ്പെട്ടു. ഈ സമയത്ത് സാധാരണ തലവേദന വരുമ്പോൾ ബാമാണ് എല്ലാവരും പുരട്ടാറെന്ന് പറഞ്ഞു പിങ്കി. അത് പിങ്കിയാണോ തീരുമാനിക്കുന്നതെന്ന് നന്ദ. അങ്ങനെ 2 പേരും കൂടി ഗൗതത്തിനൊരു തലവേദന വന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ആകെ ഇതായിട്ട് സീനായിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൻ്റെ കാര്യം മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ.